ഹായ്, ദിസ് ഇസ് ബോബി. രാവിലെ ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്ന് തന്നില്ലേ? ഹായ്, താങ്ക്സ്. രാവിലെ എനിക്ക് വലിയൊരു ഹെൽപ്പാ ചെയ്ത്. ഞാനൊരു കോഫി എക്സ്പെക്ട് ചെയ്തേ. ഇങ്ങനെ താങ്ക്സ് മാത്രം പറഞ്ഞ എങ്ങനെയാ? എക്സാം കഴിഞ്ഞപ്പോ നിങ്ങളെ ഞാൻ തേടിയായിരുന്നു, പക്ഷെ നിങ്ങളെ അവിടെ എങ്ങും കണ്ടില്ല. എന്നാ നാളെ? പാടാ. എന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കാക്കനാട് വരില്ല. എന്തുപറ്റി? എന്താ ഫേസ് ഡല്ലായിട്ടിരിക്കുന്നത്? ഒരു ബ്യൂട്ടിഫുൾ ലേഡിയുടെ ഒപ്പം കോഫി കുടിക്കുന്ന ചാൻസ് മിസ്സായില്ലേ? നിങ്ങളുടെ മാരേജ് കഴിഞ്ഞല്ലേ? എന്താ ഇനി ഉറങ്ങാത്തെ? ഈ കല്യാണവും നേരത്തെ ഉറങ്ങുന്നതും തമ്മിൽ എന്ത് ബന്ധമുള്ളേ? അല്ല, നിങ്ങൾ എന്തെങ്കിലും ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നോന്ന്. എന്തുപറ്റി? റിപ്ലൈ ഒന്നും കാണുന്നില്ലല്ലോ. ഹലോ, ആളുണ്ടോ? അദ്ദേഹം ഡ്യൂട്ടിക്ക് പോയേക്കുവാ, ഇതുവരെ വന്നിട്ടില്ല. ഓ, നിങ്ങൾ എക്സാം എഴുതുന്നത് പുള്ളിക്കാരനെ അറിയില്ല അല്ലേ? അത് ഇയാൾക്ക് എങ്ങനെ അറിയാം? രാവിലെ ഞാൻ ബെല്ലടിച്ചല്ലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ നാട് എവിടെയാ? നിങ്ങളുടെ ഏജ്? റോങ് ക്വസ്റ്റ്യൻ. പിന്നെ എന്ത് പിന്നെ? നിങ്ങളുടെ ഫോൺ നമ്പർ? അപ്പൊ അതാണ് കാരണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വേഗം വണ്ടിയുടെ താക്കോൽ എടുത്തോണ്ട് വാ. കഥ കടച്ചോ? പറ. ഇന്നലെ നിങ്ങള് റെഡ് കളർ സാരിയില് കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? അതിനെന്താ? നിങ്ങളുടെ ഹസ്ബൻഡ് റൊമാൻറ്റിക് ആണോ? ഒരുപാട്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കെങ്ങനെ അറിയാവുന്നോ? ഇതെന്ത് ചോദ്യവാ? ഒന്നുമില്ല. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? താൻ നന്നായിട്ട് കുക്ക് ചെയ്യോ അതോ തന്റെ അടുത്ത വീട്ടിലത്തെ ആള് നന്നായിട്ട് കുക്ക് ചെയ്യോ? ഞാന്. അത് തനിക്ക് എങ്ങനെ അറിയാം? കാരണം അയലത്തെ വീട്ടിലെ ചേച്ചി ഉണ്ടാക്കിയ മോശമായ ഭക്ഷണം ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞ. ഇപ്പൊ പറ, തന്റെ ഹസ്ബൻഡ് റൊമാൻറ്റിക് ആണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? ഹലോ, പറ. രാത്രിയിൽ ഹൈവേയിലാണ് എനിക്ക് ഡ്യൂട്ടി, അതുകൊണ്ട് രാത്രി വരില്ല. സൂക്ഷിച്ചു കിടന്നോ? ഓക്കെ. എന്നാ ശരി. തന്റെ ഹസ്ബൻഡ് റൊമാൻറ്റിക് ആണോ? അത് തനിക്ക് എങ്ങനെ അറിയാം? തന്റെ ഹസ്ബൻഡ് റൊമാൻറ്റിക് ആണോ? അത് തനിക്ക് എങ്ങനെ അറിയാം? ഇന്ന് എന്റെ ഹസ്ബൻഡ് റൊമാൻറ്റിക് ആണോ അല്ലയോ എന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താ പെർമിഷൻ ഇല്ലാതെ തൊടുന്നതൊക്കെ? സോറി. എന്നാ പെർമിഷൻ ചോദിച്ചിട്ട്
കൈ തൊടാം. ഒരു മിനിറ്റ് നിൽക്കേ. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഫോൺ ചെയ്യലേ നോക്കിയോ. ഹലോ, എന്താ വിളിച്ചേ? നീ എന്ത് ചെയ്യാ? ബോറടിക്കുന്നുണ്ട്, വെറുതെ TV കണ്ടോണ്ടിരിക്കുക. എല്ലാം പഴയ സിനിമ തന്നെയാ. സൂര്യ TVയിലെ കോളിളക്കം, ഏഷ്യാനെറ്റ് ഒരു പ്രേമകഥ, കൈരളിയിലെ മിസ്റ്റർ ബണ്ണി. അങ്ങനെയുള്ള സിനിമ നിനക്ക് ഇഷ്ടമല്ലല്ലോ. തന്നെയല്ലേ ഇവിടെ ഉള്ളത്. ബോറടിക്കുന്നുണ്ട്. അത് പിന്നെ ഒന്ന് പെട്ടെന്ന് വന്നൂടെ? ഒരു 10 മിനിറ്റ് ഞാൻ വരാം. എന്താ പറഞ്ഞ? 10 മിനിറ്റ് വരാന്ന്. എന്നാ ശരി. എന്റെ ഹസ്ബൻഡ് നാളെ രാവിലെ 10 മണി വരെ വരില്ലെന്ന്. തല്ലൂല്ലേ? എന്താ വണ്ടിക്ക് പറ്റി? ഈ ലൈറ്റ്. ഓക്കെ, അദ്ദേഹം വന്നു. വരില്ലെന്ന് പറഞ്ഞിട്ട് എനിക്കത് എങ്ങനെ അറിയാം? പുള്ളി പുറത്ത് നിൽക്കല്ലേ? എടാ, ഈ സമയത്ത് എന്നോട് തന്നെ ചോദ്യം ചോദിക്കുന്നു. നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ട അടിച്ച് അടിച്ച് കൊന്ന് കുഴിച്ച് മൂടിക്കളയും. പെട്ടെന്ന് പോ. എങ്ങോട്ടെങ്കിലും പോ. ഓടുങ്ങാൻ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കടാ. ഇതാ വരുന്നു. പോ, പെട്ടെന്ന് അകത്ത് പോയി അടയ്ക്ക്. അകത്തെന്റെ ഷൂ മറന്നു വെച്ചു. എന്താണ് ഈ കാണിക്കുന്നത്? നീ ഇങ്ങോട്ടാണ് നടക്കുന്നത്. വരുന്നേ. എന്താ ഇത്ര താമസം തുറക്കാൻ? ഞാനൊന്ന് മയങ്ങിപ്പോയായിരുന്നു. കഴിക്കാൻ എടുത്തു വെക്കട്ടെ? എന്താ വിശക്കുന്നില്ലേ? വേണ്ട. അത് പിന്നെ നിങ്ങക്ക് ഇഷ്ടമുള്ള ചിക്കൻ സാമ്പാറും രസവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോന്ന്? അല്ലത് ചിക്കൻ കറിയും രസവും ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കുന്നോ? വേണ്ട. അയ്യോ, അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അയ്യോ, കിടക്കുന്നോ? വിരിച്ചു. എങ്ങോട്ട് പോവാ? കുളിക്കാൻ പോവാ. കുളിക്കാനോ? അതെന്താ? അല്ല, ചൂടുവെള്ളം വെക്കണോന്ന് അറിയാനായിരുന്നു. ഒന്നും വേണ്ട. അയ്യോ, അവൻ എവിടെയാണ്? എന്താ ഇത്? എന്താ പറ്റിയേ? എലിയെ കണ്ടില്ലേ? ഇറങ്ങി പോരെ. ഞാൻ അതിനെ ഓടിക്കാം. ഇറങ്ങി പോരെ. അത് പൊക്കോളും. കിട്ടിയ എനിക്ക് കൊല്ലാൻ അറിയാം.